എൻ്റെ പൊന്നു മക്കളെ, രാവിലെ തൊട്ട് ഉച്ചവരെ ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് കണ്ടാലോ. ഞാൻ വെളിയിലിറങ്ങി ഇങ്ങനെ നിന്നപ്പോഴാണ് അപ്പുറത്ത് അമ്മാവി എന്നെ വിളിക്കുന്നത്. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേന്ന്. പിന്നെ ഒന്നും നോക്കില്ല, രാവിലെ എണ്ണീറ്റ് വന്ന വഴിക്ക് ഞാൻ അപ്പുറത്ത് അമ്മാവി ഇടയ്ക്കിലോട്ട് പോയി അമ്മാവി ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. പോയ വഴിക്ക് പ്രാഷൻ പൂട്ടിൻ്റെ വള്ളിയിൽ കുടുങ്ങി ഞാൻ വീഴണ്ടായിരുന്നു. ഞാൻ പിന്നെ നോക്കി നടന്നു, അല്ലാതെ എന്ത് ചെയ്യാനാ, വീട് പോയാലോ. നേരെ ഗേറ്റ് തുറന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പോഴത്തേക്ക് ബ്രൂണോ ഓടി, അല്ലെങ്കിൽ അവനെയും കൂടെ കാണിക്കായിരുന്നു. ഞാൻ പിന്നെ ചെന്ന് എന്താ അമ്മാവീന്ന് വിളിച്ച്. എൻ്റെ വിളി കേട്ട് പാവം ഉറങ്ങിക്കിടന്ന അമ്മാവി എണ്ണീറ്റ് പനിയാണ് എന്ന് പറയാനാണ് എന്നെ വിളിച്ചത്. ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറിയപ്പോഴത്തേക്ക് അപ്പച്ചി അവിടെ നിന്ന് ദോശ ചുടും. നോക്കണ്ടോ, ഇങ്ങനെ ഇത്ര മനോഹരമായി ദോശ ചുടുമോ നിങ്ങൾ? കറക്റ്റായിട്ട് പെർഫെക്റ്റ് വട്ടത്തിൽ കിട്ടിയ എൻ്റെ അപ്പച്ചിയുടെ ദോശ. അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് ഞാൻ വരുമായിരുന്നു. അങ്ങനെ മീനൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് അപ്പം നിന്ന കോലത്തിൽ ഞാൻ വണ്ടിയിൽ കയറി. ഞാനല്ലല്ലോ മീൻ മേടിക്കാൻ ഇറങ്ങുന്നത്. അങ്ങനെ വണ്ടിക്കകത്ത് നോക്കിയപ്പോൾ ചിപ്സ് ഇരിക്കുന്നു. പിന്നെ അതിങ്ങനെ മാക്കുമാക്കടിച്ച്. അപ്പോൾ പോയ വഴിക്കൊരു ചായയും കൂടെ മേടിച്ച് തന്നു. അതും മാക്ക് കുടിച്ച്. അങ്ങനെ ഞാനും നന്ദുവും കുശലം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങ് കൊടുത്തു. അപ്പോൾ അടുത്തോട്ട് വന്നപ്പോൾ ചൂടാന്ന് പറഞ്ഞാൽ അവൾ കുടിച്ചില്ല. ഒന്ന് കുടിച്ച് നോക്കിയായിരുന്നെങ്കിൽ അവൾക്ക് കൃത്യമായിട്ട് എത്ര ചൂടുണ്ടെന്ന് അറിഞ്ഞാൽ. പിന്നെ മീനൊക്കെ ഞാൻ ഓർത്തെന്നാൽ മേടിച്ചത് വെട്ടി അങ്ങ് റെഡിയാക്കാമെന്ന്. നേരെ ഞാൻ മീനുമായിട്ടുള്ള അങ്കക്കുറിയായിരുന്നു വെളിയിലിരുന്ന്. മീൻ പഴയതുപോലല്ല, ഇപ്പോൾ സഹകരണം വളരെ കുറവാണ് മീൻ എന്നോട്. ഞാൻ എന്ത് പാടുപെട്ടാണ് വെട്ടുന്നത്. ഈ മീനൊക്കെ എന്നോടൊന്ന് സഹകരിച്ചാൽ എന്താ അങ്ങോട്ട്. അങ്ങനെ മീൻ ഇവിടെ ചൂരയായാലും കേരായാലും നമ്മളിങ്ങനെ തൊലിയെല്ലാം ഉരിച്ചെടുക്കും. പിന്നെ ഒത്തിരി വേണ്ടാത്തതുകൊണ്ട് ഞാൻ ബാക്കിയെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3-4 പീസ് വൈകിട്ടത്തേക്ക് കറി വെച്ച്. അങ്ങനെ നമ്മുടെ പാവയ്ക്കാത്തോട്ടത്തിലെ പാവയ്ക്ക പിച്ചലാണ് നിങ്ങൾ കണ്ടത്. ഞാനൊരു കർഷകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാനൊരു കൃഷിക്കാരിയാണ്. അത് കഴിഞ്ഞ് രാവിലത്തെ അപ്പവും സ്റ്റൂവും ഞാൻ കഴിച്ചു. പിന്നെ നേരെ ബീഫ് അങ്ങ് അടപ്പയിലാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞെല്ലാം റെഡിയാക്കി ബീഫും ചീനി വേവിച്ചതും കേരക്കറിയും നല്ല പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇന്നലത്തെ കുറച്ച് പച്ചടിയായിട്ട് ഞാൻ മാക്ക് മുണുങ്ങുവാണ്. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, സീ യു.